നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിനു പിന്നാലെ കോൺഗ്രസിൽ ചൂടുപിടിച്ച മുഖ്യമന്ത്രി ചർച്ച അന്തിമഘട്ടത്തിലേക്ക്. ഏറ്റവും പുതിയ എംഎൽഎമാരുടെ പിന്തുണ ലഭിച്ച എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വി.ഡി. സതീശനായി ജനമനസ്സുകളിൽ വലിയ തരംഗമുണ്ടായെങ്കിലും പാർട്ടിക്കുള്ളിലെ സമവാക്യങ്ങൾ കെ.സിക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നുള്ള പുതിയ വിവരം. ജനപിന്തുണയിൽ വി.ഡി. സതീശൻ ബഹുദൂരം മുന്നിലെത്തിയെങ്കിലും എംഎൽഎമാരുടെ പിന്തുണയും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമാണ് വേണുഗോപാലിന് തുണയായത്. വി.ഡി. സതീശന് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പ്രവർത്തകർ തെരുവിലിറങ്ങുകയും ശക്തമായ ജനവികാരം ആഞ്ഞടിക്കുകയും ചെയ്തുവെങ്കിലും എംഎൽഎമാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളും വേണുഗോപാലിന് അനുകൂലമായതോടെയാണ് ചിത്രം മാറിയത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഭൂരിഭാഗം എംഎൽഎമാരും കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ എഐസിസി നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കൈവശമിരുന്ന രഹസ്യരേഖ പുറത്തുവന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ ആരുടെയും പക്ഷം ചേരുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും തൃക്കരിപ്പൂർ എംഎൽഎ സന്ദീപ് വാര്യരും കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചതെന്ന് വ്യക്തമാകുന്നു. രമേശ് ചെന്നിത്തലയുടെ അതിവിശ്വസ്തനായിരുന്ന ഐ.സി. ബാലകൃഷ്ണൻ പോലും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സജീവ് ജോസഫ്, ടി.ഒ. മോഹനൻ, ഉഷ വിജയൻ, ടി. സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും കെ.സിക്ക് ഒപ്പം നിലയുറപ്പിച്ചതോടെ സതീശന്റെയും ചെന്നിത്തലയുടെയും സാധ്യതകൾ മങ്ങുകയായിരുന്നു. വി.ഡി. സതീശന് വേണ്ടി ലക്ഷക്കണക്കിന് ആരാധകരും പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലും തെരുവിലും നടത്തിയ ക്യാമ്പയിൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാവുകയാണ് ചെയ്തത്. ഇത് സതീശൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒന്നാണെന്ന വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിനുണ്ടായതും നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ ഇത് പരാമർശിച്ചതും അദ്ദേഹത്തിന് വിനയായി. തെരുവിൽ തീരുമാനിക്കേണ്ടതല്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന കർക്കശ നിലപാടിലേക്ക് ഇതോടെ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു. കൂടാതെ മാത്യു കുഴൽനാടൻ നടത്തിയ ചില പരാമർശങ്ങൾ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചത് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടി. ലീഗിനെതിരെ കുഴൽനാടൻ നടത്തിയ നാക്കുപിഴ സതീശൻ വിരുദ്ധ വികാരം എംഎൽഎമാർക്കിടയിൽ ശക്തിപ്പെടുത്താൻ കെ.സി. പക്ഷം ആയുധമാക്കി. അതിനിടെ അതീവ സ്വാധീനമുള്ള ഒരു പ്രമുഖ വ്യവസായി ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ നാടകീയമായ ഇടപെടലുകൾ കെ.സി. വേണുഗോപാലിന് കാര്യങ്ങൾ എളുപ്പമാക്കി. ആദ്യഘട്ടത്തിൽ വി.ഡി. സതീശനെ പിന്തുണച്ചിരുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും അനുനയിപ്പിക്കാൻ ഈ വ്യവസായിക്ക് സാധിച്ചു എന്നാണ് സൂചന. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് വരെ ഭീഷണി മുഴക്കിയ ലീഗ് അണികളെ ഒതുക്കി നേതൃത്വത്തെ കെ.സിക്ക് അനുകൂലമാക്കുന്നതിൽ ഈ നിർണായക ഇടപെടൽ വഴിത്തിരിവായി മാറി. എംഎൽഎമാരുടെ ഭൂരിപക്ഷ പിന്തുണയുള്ളവർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടും വേണുഗോപാലിന് കരുത്തായി മാറി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിലും തെരുവിലും രംഗത്തിറങ്ങിയത്. എന്നാൽ ഇത്തരമൊരു പരസ്യമായ ക്യാമ്പയിൻ സതീശന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു. ഇത് സതീശൻ ബോധപൂർവം സൃഷ്ടിച്ച ക്യാമ്പയിൻ ആണെന്ന് പല സംസാരമുണ്ടായി. അതേസമയം താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ തീരുമാനത്തോടുള്ള പ്രതിഷേധം പുകയുകയാണ്. തൃക്കരിപ്പൂർ എംഎൽഎ സന്ദീപ് വാര്യർ വേണുഗോപാലിനെ പിന്തുണച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തകർ തന്നെ വൈകാരികമായി രംഗത്തെത്തിയിട്ടുണ്ട്. സന്ദീപിന്റെ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത തങ്ങളെ അദ്ദേഹം വഞ്ചിച്ചുവെന്നും വോട്ട് ചെയ്ത് വി.ഡി. സതീശൻ നയിക്കുന്ന ഭരണത്തിന് വേണ്ടിയായിരുന്നുവെന്നും പ്രവർത്തകർ പറയുന്നു. പുതിയ ഫോർമുല അനുസരിച്ച് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമ്പോൾ വി.ഡി. സതീശന് ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സതീശൻ ഉപമുഖ്യമന്ത്രി പദവി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെന്നിത്തലയെ കൂടി പരിഗണിക്കേണ്ടി വരുമെന്നതിനാൽ ആ പദവി ആർക്കും നൽകേണ്ടതില്ലെന്ന ആലോചനയും സജീവമാണ്. സീനിയർ നേതാവായ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി പദവി നൽകി ഒതുക്കാനാണ് നീക്കമെങ്കിലും ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ വേണുഗോപാൽ തയ്യാറല്ലെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്.